ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തിട്ടും സെറ്റാകാത്ത ഒരു ഐറ്റത്തിൻ്റെ ഒരു ടിപ്പായിട്ടാണ്. ഈ ടിപ്പ് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. സാധാരണ അരിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ അത് കുഴയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പരത്തുമ്പോഴോ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, അല്ലേ? അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പത്തിരി ഉണ്ടാക്കാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന പോലെ ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തതിന് ശേഷം അത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് കട്ടകൾ പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. നന്നായിട്ടത് മിക്സ് ചെയ്തതിന് ശേഷമായിരിക്കണം ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല രീതിയിൽ അത് മിക്സ് ആയിരിക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തു. ചൂടാവുന്നതനുസരിച്ച് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കണം. ഇളക്കുന്നത് നിർത്താൻ പാടില്ല, അല്ലെങ്കിൽ അത് നല്ല കട്ടയായി പോവും. നന്നായിട്ട് ഇളക്കി 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 അത് കുഴഞ്ഞ് നമ്മൾ കൈ കൊണ്ട് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലെത്തും. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ബെനിഫിറ്റാണുള്ളത്. ഒന്നാമത്തേത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. കൂടാതെ നമുക്ക് കുഴയ്ക്കേണ്ടി വരത്തില്ല. ഓൾറെഡി ഇത് ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ നമ്മളതിൽ കുഴയ്ക്കാൻ ചെല്ലരുത്, കാരണം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന മാവായിരിക്കും. അതിനുശേഷം ഇതിൽ പരത്തുമ്പോൾ ഇങ്ങനെ ഒരു കവർ വയ്ക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അത് ബോളായിട്ട് ചെറിയ ബോളാക്കി അതിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി അത് ചുട്ടെടുത്താൽ തന്നെ പെർഫെക്റ്റായിട്ട് സോഫ്റ്റായിട്ടൊക്കെ നല്ല രീതിയിലുള്ള അരിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്സ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.